വെൽക്കം ബാക്ക് ടു നജാഷ് ഡിസൈൻ. ഇന്ന് നമുക്ക് പാനൽ കട്ട് സ്കേർട്ട് എങ്ങനെ തയ്ച്ചെടുക്കുന്നത് നോക്കാം. ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടുള്ളത് 8 പാനലായിട്ടാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ 4 ബാക്കിൽ 4 അങ്ങനെ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബനാറസി ബ്രൊക്കേഡ് സ്കേർട്ടിന് വേണ്ടിയിട്ട് ടോപ്പിന് വേണ്ടിയിട്ട് വെൽവെറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 6 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു പാനൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പറിലാണ് കേട്ടോ അതിൻ്റെ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ 6 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിൽ സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് 28 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 28 ഇഞ്ചിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് ഞാനിവിടെ 30 ഇഞ്ചായിട്ടാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് അരവണ്ണത്തിൽ ചെറിയൊരു ബെൽറ്റ് പോലെ വരുന്നുണ്ട്, അതൊരു 1-1.5 ഇഞ്ചിനാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിലേക്ക് പ്ലസ് ചെയ്യുന്നില്ല കേട്ടോ. അത് നമ്മൾ പാനൽ കട്ടായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഏറ്റക്കുറച്ചിൽ ഇങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ടാണ് ഞാനിവിടെ എക്സ്ട്രാ 2 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പാനൽ കട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ടായിട്ട് വരുന്നത് 22 ഇഞ്ചാണ്. ഈ ഒരു 22 ഇഞ്ചിനെ നമ്മൾ എത്ര പാനലാണോ ചെയ്യുന്നത് അത്ര പാനൽ വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 8 പാനലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ 8നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.25 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു 2.25 ഇഞ്ചാണ് ഓരോ പാനൽ തമ്മിലും വരേണ്ട ഒരു ഗ്യാപ്പ്. ഇത് നമുക്ക് അരവണ്ണത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഞാനിവിടെ ടോട്ടൽ 8 പാനലാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു പാനലിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചാണ്. ഈ ഒരു 2.25 ഇഞ്ചിനെ നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഈ 2.25 കറക്റ്റായിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കരുത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടെ 2 സൈഡിൽ നമുക്ക് 1/2 ഇഞ്ച് വീതം പോവും. അപ്പം 1 ഇഞ്ച് എന്തായാലും നമ്മൾ തയ്യൽ തുമ്പിന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഒരു 3.25 ആ ഒരു മെഷർമെൻറ്റ്സാണ് കിട്ടുക. ഇതിനെ നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പേപ്പറിനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു 3.25 ഇഞ്ച് ഉള്ളത് ഞാനൊരു 4 ഇഞ്ചായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് അതിൻ്റെ ഹാഫ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഒരു പാനലിൻ്റെ വിഡ്ത്ത് വരുന്നത് കേട്ടോ. ടോട്ടൽ 4 ഇഞ്ച് വരും. നമ്മൾ തയ്ച്ച് വരുമ്പോൾ 2.25 ഇഞ്ചായിട്ട് ചുരുങ്ങണം. ഇത് നമ്മുടെ അരവണ്ണത്തിൻ്റെ സൈഡാണ്. ഇനി നമുക്ക് താഴെ ഭാഗത്ത് നമുക്ക് എത്രയാണോ ഫ്ലെയർ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൂട്ടാം. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ചാണ് താഴെ ഭാഗത്ത് ഫ്ലെയർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു 12 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 12 ഇഞ്ചിനെ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റേത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 96 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫ്രണ്ടിൽ 48 ഇഞ്ചും ബാക്കിൽ 48 ഇഞ്ചും അങ്ങനെയാണ് കേട്ടോ വരിക. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയറിലുള്ള ഒരു സ്കേർട്ടാണിത്. പിന്നെ നമ്മൾ ഈ ഒരു 12 ഇഞ്ചിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 6.5 ഇഞ്ചായിട്ട് താഴെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മുകളിൽ 2 ഇഞ്ചും താഴെ ഭാഗത്ത് 6.5 ഇഞ്ചും ഇതിനെ നമ്മൾ ചെറുതായിട്ട് ചെരിഞ്ഞിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് പാനലിൻ്റെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ടോട്ടൽ 8 പീസാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്ക് നേരിട്ട് ഫാബ്രിക്കിൽ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് എനിക്ക് 13 ഇഞ്ചും മുകളിൽ 4 ഇഞ്ചുമാണ് വരുന്നത് കേട്ടോ. ഞാനിവിടെ ഫാബ്രിക്കിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ വേണ്ടത്. 4 പീസ് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെച്ചില്ലേ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് രണ്ടാമത് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ. അപ്പോൾ നമുക്ക് താഴെ ഭാഗം വീതി കൂടുതലും മുകൾ ഭാഗം വീതി കുറവും അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫാബ്രിക് ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫാബ്രിക് ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ കട്ട് ചെയ്തെടുക്കാം. സൈഡിൽ മാത്രമാണ് ഒരു ചെറിയൊരു പീസ് നമുക്ക് വേസ്റ്റേജ് ആയിട്ട് പോകുന്നത്. ഒരേ ഡിസൈനുള്ള ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ആ വീതി കുറഞ്ഞ ഭാഗം നമുക്ക് മുകളിലാക്കിയിട്ട് ഇതുപോലെ വെക്കാം.
എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല വശം ഉൾഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ല എഡ്ജിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്ക് ഒരു പിന്നുന്ന ടൈപ്പ് ഒരു ക്ലോത്താണ് കേട്ടോ. ബനാറസി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിൽ നിറയെ ഒരു ഗോൾഡൻ വേവിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ ഒരു വേവിങ് ഒക്കെ ഇതേപോലെ ഇങ്ങനെ പിഞ്ഞി വരും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എഡ്ജ് ഭാഗവും ഇതുപോലെ ഞാൻ സിഗ്സാഗ് സ്റ്റിച്ച് ആക്കിയിട്ട് ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് 8 പാനലും ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ഓവർലോക്കും കൂടെ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഒന്ന് ഞാൻ ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഉൾവശം ഉള്ളിലേക്കാക്കിയിട്ടാണ് വെക്കേണ്ടത്. നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളും പുറമൊക്കെ അറിയാനായിട്ട് ആ ഒരു ഇത് നോക്കിയാൽ മതി. നമുക്ക് ഇതിൻ്റെ ഒരു വേവിങ് ഉണ്ടല്ലോ, ഉൾഭാഗം കുറച്ചൊരു ഇതില്ലാതെ ആയിരിക്കും, പക്ഷേ നല്ല വശം അത് നല്ല നീറ്റായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 പാനലാണ് ഒരു സൈഡിൽ വരിക. ഇനി നമുക്ക് ഇതിൻ്റെ വിടുത്ത് എത്ര കിട്ടുന്നത് നോക്കാം കേട്ടോ. 2.25 ഇഞ്ചാണ് നമുക്ക് ഓരോന്നിൻ്റെയും വിടുത്ത് കിട്ടേണ്ടത്. അപ്പോൾ ചിലത് എനിക്ക് 2.25 കിട്ടിയിട്ടുണ്ട്, ചിലത് 3 ഇഞ്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ആക്കണം. നമുക്ക് ഓരോ പാനലും സെയിം അളവിലാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ ഇതാ ബാക്കും ഫ്രണ്ടും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉൾവശത്ത് ഒന്നും കൂടെ ഒന്ന് ആ ഒരു ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എല്ലാം ഒരേപോലെ ഒരേ ലെങ്ത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ പാനലും കറക്റ്റ് എത്രയാണോ സെയിം വിഡ്ത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 8 പാനൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇൻവിസിബിൾ സിബും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ കുറേ തവണ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി ഇതാ ഇവിടുന്ന് താഴേക്ക് നമ്മുടെ ഷിഫ്റ്റ് നെറ്റ് ഉണ്ടല്ലോ, അതും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് നെറ്റ് എങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടതെന്ന് എന്നോട് 2-3 പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഷിഫ്റ്റ് നെറ്റ് നേരിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നതിന് പകരം ഇതേപോലെ ഷിഫ്റ്റ് നെറ്റിൻ്റെ ഒരു 13 ഇഞ്ച് വിഡ്ത്തിലാണ് ഷിഫ്റ്റ് നെറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. താഴേന്ന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ തന്നെ ഞാൻ ലൈനിങ് പീസും കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല. ഒരു പ്രാവശ്യം ഇപ്പോൾ നമ്മൾ ലൈനിങ് കൊടുത്തല്ലോ. അപ്പം താഴേൽ ഒരു 15 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ താഴെ ഭാഗത്താണ് ഈ ഒരു ഷിഫ്റ്റ് നെറ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഷിഫ്റ്റ് നെറ്റുമായിട്ട് നമുക്ക്. പിന്നെ ഞാൻ ഞൊറിവ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ആ ഒരു ഭാഗം മെയിൻ ഫാബ്രിക്കിൻ്റെയും ലൈനിങ്ങിൻ്റെയും ഇടയിലായിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. താഴെ ഭാഗത്താണ് ഈ ഒരു 15 ഇഞ്ചിൽ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അരവണ്ണത്തിൻ്റെ അവിടെ ഒരു ബെൽറ്റാണ് തയ്ച്ചെടുക്കാനുള്ളത്. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ബേസ് റൗണ്ട് വന്നിട്ടുള്ളത് 22 ഇഞ്ചായിരുന്നു. അതിലേക്ക് ഞാനൊരു 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് കവിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലാണ് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ടോട്ടൽ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ നമുക്ക് 4-5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതവിടെ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിബിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അത് നമുക്ക് തുറന്നിട്ട് ആ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു 5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തയ്യൽ തുമ്പും വേണം, പിന്നെ ആ ഒരു ഭാഗം എക്സ്ട്രാ കവിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലാണ് ഈ ഒരു അരവണ്ണത്തിൻ്റെ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല വശത്തിൻ്റെ മുകളിൽ നോക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് അങ്ങനെയാണോ നമ്മൾ ആ ഒരു അരവണ്ണം മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ടല്ലോ, അതിന് ഈ ലാസ്റ്റ് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു എഡ്ജ് ഭാഗം ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും.
എന്നിട്ട് ആ ഒരു ഭാഗം എനിക്കിവിടെ 1.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഈ ഒരു പട്ടം ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലത് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ എക്സ്ട്രാ ക്യാൻവാസ് പേപ്പറോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ നല്ല തിക്നെസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു ഭാഗത്ത് നല്ല ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതാ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി ഇതിനൊന്നും മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ താഴെയുള്ള സ്റ്റിച്ചോ തയ്യൽ തുമ്പോ ഒന്നും കാണാതെ നമുക്ക് ഈ ഒരു അരവണ്ണത്തിൻ്റെ ഭാഗം ഇപ്പോൾ ഇവിടെ കിട്ടും. അതേപോലെ ലാസ്റ്റ് എത്തുമ്പോഴും നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു എഡ്ജ് ഭാഗം ഒക്കെ നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് അറിയാമല്ലോ ഒരു 3 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ എഡ്ജിലായിരിക്കും നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹുക്ക് കൊളുത്താനായിട്ട് ഞാനിതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഹുക്ക് കൊളുത്തി വെക്കാനുള്ള ഒരു ചെറിയൊരു ഇതുണ്ടാക്കില്ലേ നമ്മൾ, അതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 ഭാഗവും ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ടോട്ടൽ വേസ്റ്റ് റൗണ്ട് 22 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെ നമുക്കൊന്ന് ഫസ്റ്റ് ഭാഗം ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഞൊറിവ് ഇട്ട് കൊടുക്കുന്നത് പോലെ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ ഞൊറിവ് വരില്ലേ, അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നിലും നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണത്തിനനുസരിച്ച് കുളത്തിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനാണ് ഈ എക്സ്ട്രാ ഞാനിവിടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ഞാൻ തയ്ച്ചെടുത്തിട്ടുള്ളത്. കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ ടൈറ്റായിട്ട് നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഈ 3 കുളത്തിനുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഹുക്ക് വെച്ചിട്ട് ഈ ഒരു കുളത്തിലേക്ക് നമുക്ക് ഹുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു പാറ്റേണാണ് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതൊരു ബിഗിനേഴ്സിനാണെങ്കിലും ഈ ഒരു പാനൽ കട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.